എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ലോഡ് കു അവനാണെങ്കിൽ ഇപ്പോൾ ഒണോക്കിയെ ഒരു ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അവൻ ഒണോക്കിയോട് പറയും, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. മാസ്റ്റർ ഇപ്പോൾ വളരെ വീക്കാണ്, നിങ്ങൾക്കിപ്പോൾ ആവശ്യം റെസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പോവാണ്. അത് കേട്ട് ഒണോക്ക് ടെൻഷനാവും. ഒണോക്കി പറയും, ദയവ് ചെയ്ത് നീ ഇങ്ങനെ മുൻപോട്ട് പോകാൻ പാടില്ല, ഇപ്പൊ തന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ വാതിൽ വലിച്ചടച്ച് മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഷിക്കട ടീം അവരാണെങ്കിൽ ആ കോക്കോ വില്ലനെ അവനെ അടിച്ച് തോൽപ്പിച്ച് റിലാക്സ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ആ കിരാര വില്ലത്തി അവളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ബൊറൂട്ടോയെയും സാറയുടെയും ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കിരാര ആണെങ്കിൽ ഇപ്പൊ അവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ബൊറൂട്ടോയും സാറയുടെയും അവരെ രണ്ടുപേരെയും ഫേസ് ടു ഫേസ് നിർത്തി ഇപ്പോ പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒണോക്കി മാസ്റ്റർ ആളാണെങ്കിൽ ലോഡ് കൂ പറഞ്ഞ കാര്യങ്ങളും റൂട്ടോ പറഞ്ഞ കാര്യങ്ങളും അത് രണ്ടും ഇപ്പൊ കാര്യമായിട്ട് ചിന്തിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഒണോക്കി ചാടി എഴുന്നേക്കും. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ആദ്യമായിട്ട് കൂവ ക്രിയേറ്റ് ചെയ്ത ആ ഒരു രംഗം കാണിക്കും. ഡോക്ടർ ആണെങ്കിൽ കൂവിനോട് പറയും, ഇദ്ദേഹമാണ് ഒണോക്കി, നിന്നെ ക്രിയേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. ഒണോക്കി മാസ്റ്റർ പറയുന്ന കാര്യങ്ങളാണ് ഇന്നു മുതൽ നീ ഒബേ ചെയ്യേണ്ടത്. അങ്ങനെ ഒണോക്കി മാസ്റ്റർ കൂവിന് പേരൊക്കെ ഇട്ട് അവൻ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുത്ത് ഗൈഡ് ലൈൻസ് കൊടുത്ത് മുൻപോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഡോക്ടർ വീണ്ടും അവന് അനുയോജ്യരായ പുതിയ കുറച്ചു പേരെ കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് കക്കോ, കിരാര, അങ്ങനെയുള്ള ബാക്കി ആളുകൾ. ഒണോക്കി മാസ്റ്റർ തീർത്തു പറയും, നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നേതാവ് അത് മിസ്റ്റർ കൂ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ ടൈമും ഞാൻ തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ഒണോക്കി എത്രയും പെട്ടെന്ന് എനിക്കിതെല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വമ്പൻ ആവേശത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. അപ്പാള് കാണും ആളുടെ മുൻപില് ആ ഓക്ടോ ആനിമല് അതങ്ങനെ വന്ന് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഡോക്ടർ ആണെങ്കിൽ ബോഡി ക്രാക്കായി പോയ ആ വില്ലത്തി അവളുടെ ബോഡി അത് പഴയതുപോലെ ആക്കാൻ ട്രൈ ചെയ്യാണ്. നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഹ്യൂമൻസിന്റെ ഹാർട്ട് അതുകൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. 100% നിങ്ങളുടെ മിഷൻ അത് സക്സസ് ആയിരിക്കും. അത്രയും പറഞ്ഞ് ഡോക്ടർ ആളിപ്പോൾ അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത മീറ്റ്സിക്ക് അവനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഷോക്കായിട്ട് നിൽക്കും. അതിനുശേഷം അവൻ പതിയെ നടന്ന് അടുത്തേക്ക് വന്ന് പറയും, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല, നിങ്ങൾ ശരിക്കും എന്താ ചെയ്യണേ? ആക്ച്വലി ഹ്യൂമൻസിന്റെ ഹാർട്ട് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും അവരുടെ അയലത്ത് പോലെ എത്താൻ കഴിയില്ല. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യമല്ലേ? അത്രയും പറഞ്ഞ് മീറ്റ്സിക അവനിപ്പോ ഡോക്ടറെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവൻ കാണും ഹാർട്ട് എടുക്കാൻ വേണ്ടി അവിടെ ബെഡിൽ കിടത്തിയിരിക്കുന്ന ആ 5 പേരെ. അതേസമയം ഇവിടെ സെക്കയ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും മാൻഷനിലേക്ക് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓക്ടോ ആനിമല് അവറ്റകൾ അവിടെ മുഴുവൻ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഈസി ആയിട്ട് അവിടേക്ക് പോകാൻ കഴിയില്ല. ഉടനെ അക്കട്സുജി ആണെങ്കിൽ ഇപ്പൊ സെക്കയെ കാണുകയാണ്. അക്കട്സുജി അവൻ നടന്ന എല്ലാ കാര്യങ്ങളും സെക്കയോട് പറയും. ഒണോക്കി മാസ്റ്ററിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം, എങ്കിലും മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ കൊണ്ടാവൂ. മറ്റൊരു ഭാഗത്ത് ആ സെക്കെ അവനിപ്പോ ഒരു ഹാർട്ടുമായിട്ട് പുറത്തേക്ക് വരും. അതേസമയം ഇവിടെ സാറയുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഒരുപാട് സമയമായി നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഓക്ട് ആനിമല് അതെന്തോ ഒരു കാര്യം ആ വില്ലത്തിയോട് പറയും. അത് കേൾക്കേണ്ട താമസം അവൾ അവിടുന്ന് കടന്നു പോവും. ഇവിടെ സാറട അവളുടെ ശരീരം കണ്ണുപയോഗിച്ച് ആ ഒരു ഗെഞ്ചിപ്സ് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയുടെ ബോഡിയിൽ ഞെട്ടിക്കും. ആ ഒരു ഇടിയില് ഇപ്പൊ അവനും ഗെഞ്ചിപ്സ് തകർത്ത് പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത മീറ്റ്സുകയും കിരാരയും സെക്കയും അവർ 3 പേരും ലോഡ് കൂവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മീറ്റ്സുകയുടെ കയ്യില് ആ ഹാർട്ടുണ്ട്. അതിപ്പോ അവൻ കൂവിന് കൊടുക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും സാറയുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവിടേക്ക് ചാടി വരിക. ബൊറൂട്ടോ ആണെങ്കിൽ വലിയ ശബ്ദത്തിൽ മീറ്റ്സുകയെ വിളിക്കും. പക്ഷെ മീറ്റ്സുക അവനൊരു പ്രത്യേക പവർ ഉപയോഗിച്ച് ബൊറൂട്ടോയെയും സാറയുടെയും അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ ആ ലോഡ് കൂ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ സാറയുടെയും ബൊറൂട്ടോയെ ലോക്ക് ചെയ്യാണ്. ബൊറൂട്ടോ നിലവിളിച്ച് പറയും, മീറ്റ്സുക സ്റ്റോപ്പ്, ദയവ് ചെയ്ത് നീ മണ്ടത്തരം കാണിക്കരുത്. ആക്ച്വലി അവർ നിന്നെ യൂട്ടിലൈസ് ചെയ്യാണ്. നിന്നെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ ഈ ലോകത്തേക്ക് എന്തിനു വന്നു, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നീ ഇനി ഇവരുടെ കൂടെ കൂടി വലിയ വലിയ തെറ്റുകളിലേക്ക് പോകരുത്. പക്ഷെ മീറ്റ്സുകയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. മീറ്റ്സുകയാണെങ്കിൽ ആ ഹാർട്ട് എടുത്ത് ലോഡ് കോവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് ഹാപ്പി ആയിട്ട് വാങ്ങും. അടുത്ത നിമിഷം മീറ്റ്സുക അവന്റെ ലൈറ്റ്നിങ് പവർ വെച്ച് കൂവെ ആഞ്ഞടിക്കും. ആ ഒരു അടിയില്
അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹാർട്ട് അത് താഴെ വീണ് പൊട്ടി. ആ ഹാർട്ട് പതിയെ പതിയെ മീറ്റ്സികയുടെ വൈറ്റ് സ്നേക്കായി മാറുകയാണ്. ആക്ച്വലി ഇത് ഹാർട്ട് അല്ല, മീറ്റ്സികയുടെ വൈറ്റ് സ്നേക്കുകളാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സാക്ഷാൽ കൊനഹമാരു മീറ്റ്സികയുടെ അടുത്തേക്ക് വരികയാണ്. ഉടനെ കൊനഹമാരു ആണെങ്കിൽ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. കട്ട് ചെയ്ത മീറ്റ്സിക അവനാ വില്ലന്മാരോട് പറയും, എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളുടെ ഈ കോട്ടയും നിങ്ങളുടെ ആക്ടോ ആനിമൽസും അവറ്റകളെല്ലാം ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനത് പറയുമ്പോഴേക്കും അവിടെ മുഴുവൻ വലിയ വലിയ പൊട്ടിത്തെറിയും തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൊനഹമാരു ആളാണെങ്കിൽ ഫിജുകാകെയും അവിടെയുള്ള ജനങ്ങളെയും എല്ലാവരെയും റിലീസ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ഒണോക്കി ആളും സർവ്വധൈര്യവും സംഭരിച്ച് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. ഒണോക്കി ആണെങ്കിൽ ആളുടെ ചുറ്റും വന്ന ഓക്ടോ ആനിമൽസിനെ അവറ്റകളെ മുഴുവൻ നശിപ്പിച്ചു കളയും. ഇവിടെ മീറ്റ്സിയയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവനിപ്പോ സാറടയ്ക്കും പൊറൂട്ടോയ്ക്കും മുന്നിൽ തല താഴ്ത്തി നിൽക്കും. ഉടനെ ആ വില്ലന്മാര് അവരിപ്പോ മീറ്റ്സികയുടെ പേര് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സെക്കയെ കാണിക്കുകയാണ്. അവൾ ഫുൾ കലിപ്പില് ഇപ്പൊ മീറ്റ്സിയെ തന്നെ നോക്കി നിൽക്കും. അതേസമയം ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും അവിടുന്ന് പോവാൻ തയ്യാറാവും. മീറ്റ്സിക പറയും, ഞാൻ തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തുന്നതിന് മുൻപ് എനിക്കിവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ബൊറൂട്ടോയും സാറടെ ഓക്കെ പറഞ്ഞ് മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. പക്ഷേ അവരല്പദൂരം മുൻപോട്ട് ഓടുമ്പോഴേക്കും ഒരുപാട് ഓക്ടോ ആനിമല് അവറ്റകൾ അവിടേക്ക് വന്ന് അവർ രണ്ടുപേരെ റൗണ്ട് ചെയ്യും. അതേസമയം സെക്കയാണെങ്കിൽ ഇപ്പൊ മീറ്റ്സികയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ക്ലേ പവർ ഉപയോഗിച്ച് ഇപ്പൊ മീറ്റ്സിക അറ്റാക്ക് ചെയ്യാണ്. മീറ്റ്സിക സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ഓടി ദൂരേക്ക് പോവും. ഇവിടെ ബൊറൂട്ടോയും സാറടയും അവരാണെങ്കിൽ ആ മോൺസ്റ്റർ ആനിമലിനോട് ഫൈറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടും. അവരെവിടേക്കൊക്കെ ഓടുന്നോ അവിടേക്കൊക്കെ ആനിമൽ വന്ന് അവർ റൗണ്ട് ചെയ്യും. അടുത്ത നിമിഷം കിരാര അവളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെയും സാറഡയുടെ മുൻപിലേക്ക് വരും. അവൾ അവിടെ ഉണ്ടായിരുന്ന ഓക്ടോ ആനിമല് അവറ്റകളെ മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്ത് ഇപ്പൊ വലിയൊരു ഓക്ടോ ആനിമലിനെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അത് കണ്ട് ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഫ്രീസായി അങ്ങനെ അതിനെ നോക്കി നിൽക്കും. ബൊറൂട്ടോയും സാറഡയാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് പേടിച്ചു പോകും. പക്ഷെ അവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ നിന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി വലിയൊരു മലയുടെ മുൻപിൽ ചെന്ന് അങ്ങനെ ലോക്കായി നിൽക്കും. ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി കളിയാക്കും. അപ്പൊ ആ ഒരു ആനിമല് അതങ്ങനെ നടന്ന് നമ്മുടെ ആൾക്കാരുടെ ക്ലോസ് എത്തിയിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് പേടിയാവും. ബൊറൂട്ടോ സാറഡയോട് പറയും, എന്റെ മുൻപില് വേറെ വഴിയില്ല, ഇപ്പൊ ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ നിലത്താഞ്ഞടിച്ച് സമരൻ ജിപ്സുകളിലൂടെ ആ റെഡ് സ്നേക്ക് അതിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആ റെഡ് സ്നേക്ക് ആണെങ്കിൽ ആദ്യം ബൊറൂട്ടോയെ സഹായിക്കാൻ തയ്യാറാവില്ല. അതിനുശേഷം സിറ്റുവേഷൻ മോശമാണെന്ന് കണ്ട് റെഡ് സ്നേക്ക് അതിന്റെ വാലുപയോഗിച്ച് ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ആനിമലിനെ അറിഞ്ഞ അടിക്കാൻ തുടങ്ങും. കിരാരയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവള് നിലവിളിച്ചു പറയും, ഓക്ടോ ആനിമൽ ആ പാമ്പിനെ അതിനെ കറക്കി എറിയ്. അത് കേൾക്കേണ്ട താമസം ആ ഓക്ടോ ആനിമല് അതിപ്പോ ആ പാമ്പിനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയും. അത് കണ്ട് ബൊറൂട്ടോ അവനിപ്പോ ആ സ്നേക്കിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അതിന്റെ തലയിൽ കയറി നിൽക്കും. എന്നിട്ട് അവനെ കൊണ്ട് പറ്റും പോലെ അതിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. ഇവിടെ സാറഡ ആണെങ്കിൽ ഗെൻജിപ്സും ഫയർബോൾ ജിപ്സും ഒക്കെ ഉപയോഗിച്ച് കിരാര വില്ലത്തിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു അറ്റാക്കില് കിരാര തകർന്ന് താഴെ വീഴാണ്. ഉടനെ അവൾ ആ ഓക്ടോ ആനിമലിനെ നോക്കി നിലവിളിക്കും. ആനിമൽ ആണെങ്കിൽ ഇപ്പൊ സാറയുടെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. കറക്റ്റ് ടൈം ആ സ്നേക്ക് അതിപ്പോ ഓക്ടോ ആനിമലിനെ പിടിച്ചു വലിച്ച് അങ്ങനെ ഞെരിച്ച് അതിനെ തവിട് പൊടിയാക്കും. അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒരു വലിയ പാറക്കല്ല് അത് തെറിച്ചു വന്ന് കിരാരയുടെ ബോഡിയിൽ അങ്ങനെ വീഴാണ്. കട്ട് ചെയ്താ ഇവിടെ സക്കയ അവനാണെങ്കിൽ അവന്റെ ക്ലേ ഒക്കെ ഉപയോഗിച്ച് വീണ്ടും ഇപ്പൊ മീറ്റ്സികയെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ വില്ലൻ അവനിപ്പോ മീറ്റ്സിയോട് പറയും, നീ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെ നീ കീഴടങ്ങിയിട്ടില്ല എങ്കിൽ നിന്റെ സൂര്യൻ നിന്റെ വെളിച്ചം ബൊറൂട്ടോ അവനെയായിരിക്കും ഞാൻ ആദ്യം ഇല്ലാതാക്കുക. അത് കേട്ട് ഇപ്പൊ മീറ്റ്സികയുടെ കൺട്രോൾ പോവും. അവൻ താഴേക്ക് ചാടി ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒണോക്കിയുടെ അടുത്തേക്ക് സെക്കയ അവൻ കടന്നു വരികയാണ്. സെക്കയാണെങ്കിൽ ഒണോക്കിയെ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതേസമയം ലോഡ് കൂ ഒരുപാട് പരിക്കൊക്കെ പറ്റി ഇപ്പൊ ലാബിലേക്ക് വരും. ലാബിൽ ആ ഡോക്ടറിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ ആ ഡോക്ടറിന്റെ ബോഡിയിലുണ്ടായിരുന്ന കയറൊക്കെ അഴിച്ച് ആളെ റിലീസ് ചെയ്യും. ഡോക്ടർ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. ഡോക്ടർ പറയും, നിനക്കിപ്പോൾ ആവശ്യം ഒരു ഹാർട്ടാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും തയ്യാറാണ്. ഒരു ഹാർട്ട് അത് എവിടെന്നെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഞാൻ പൊതുജീവൻ തരാം. അത് കേൾക്കേണ്ട താമസം ലോഡ് കൂ
ആളിപ്പോ ആ ഡോക്ടറിനെ തന്നെ തല്ലി ആളുടെ ബോഡിയിലെ ഹാർട്ട് അത് പുറത്തേക്ക് എടുക്കുകയാണ്. അതേസമയം മീച്ചിക അവനാണെങ്കിൽ ഇപ്പൊ ആ വില്ലനെ താങ്ങിയെടുത്ത് അവന്റെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. അവസാനമായിട്ട് സെക്കയ വില്ലൻ അവനിപ്പോ ഈസ്റ്റ് ബോംബ് അടിക്കാനായി കൈ മുകളിലേക്ക് ഉയർത്തും. പക്ഷെ അപ്പോഴേക്കും അവന്റെ കൈയും ബോഡിയും അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി അവിടെ മരിച്ചു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫിജികാകെ ആളാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഓക്ടോ ആനിമൽസിനെ അവറ്റകളെ തകർക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറയുടെയും ബൊറൂട്ടോയും അവരിപ്പോ സ്ട്രെയിറ്റ് ആയി ലോർഡ് ഒണോക്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ലോർഡ് ഒണോക്കിക്ക് പകരം അവിടെ മീച്ചുകയായിരിക്കും അവർക്ക് കാണാൻ കഴിയുക. അവർ 3 പേരും ഇപ്പൊ പരസ്പരം നോക്കി ഹാപ്പി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വലിയ ശബ്ദം കേൾക്കുക. അവരാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവിടെ മറ്റാരുമല്ല, സാക്ഷാൽ ലോർഡ് കൂ. അവന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരു ഹാർട്ട് ഉണ്ട്. നമ്മുടെ ആൾക്കാർ 3 പേരും ഷോക്കായി അവനെ അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.